എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്. അല്ലേ ഡ്രീമറെ? ഞാൻ ഡ്രീമറാണ് എൻ്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം. സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എന്താ ഞാനപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ഇപ്പം എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിക്ക് എടാ ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണ. ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 പീപ്പിൾസ് കിക്ക് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ എടാ കാണുന്നില്ലടാ ഇതിനകത്ത്. ആക്ടിവിറ്റി ഫീഡിൽ ഇല്ലടാ. എന്ത് ചെയ്യടാ അത് കാണിക്കാ. ഹൗസ് റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല റാംബോ? ഇത് ഒത്തിരി വീക്ക് മുമ്പത്തെയാന്ന് തോന്നുന്നു. റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല, അതാണ് ഹെൽത്ത് സെറ്റാക്കാനടാ. മൊത്തത്തിൽ പോയിരിക്കുവാ ഞാനിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നാളെ അടുത്തത് അത് വെച്ചിട്ടാണ് തന്തേലാഴി പറയാൻ പോണത്. മറ്റേ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ ക്യാൻസർ ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. മനസ്സിലായ? അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് അത് ഞാൻ എന്താ പറയണില്ല. അതുകൊണ്ട് അത് എനിക്ക് കുറച്ച് ഇത് വേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇതും കെവിൻ അപ്ഡേറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കണ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചായിരുന്നല്ലോ. ചുറ്റാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ കറങ്ങണ. എന്താ കേട്ടില്ല. കുഞ്ഞമ്മയുടെ മോളെന്ന് അപ്പച്ചീന്റെ മോളായാലും ഓയോ കഴക്കൂട്ടം. നാളെ എന്റെ അപ്പച്ചിയുടെ മോക്കൊരു PSC എക്സാം ഉണ്ട്. ജസ്റ്റ് ഫ്രഷപ്പ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ലുലു മോളി വെച്ചത്. ഇത് ഇത്ര നാൾ എറണാകുളത്തായിട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. എടാ ഇവൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ടടാ. അവിടെ കറണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഇവിടുന്ന് മാറും. അതല്ലേ ഞാനും പോയി ഇന്നലെ വെളുപ്പിന്. നിങ്ങൾ റൂം കഴിഞ്ഞാ? എടാ എന്റെ റൂമിന് എന്റെ ഈ വീട് എനിക്ക് ഇനി ഒരു 1.5 മാസം 2 മാസം അല്ല. നീ തിരുവനന്തപുരത്ത് പോകുമ്പോ അപ്പൊ അത് സ്ഥിരതാമസമായത്. ഞാൻ ഇവന്മാരോട് പറഞ്ഞാണേ, ഇവന്മാരെന്നോട് ഒന്ന് പറഞ്ഞു കേട്ടാ. ഞാനിനി ഫുൾ ലൈവൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവാ. നമ്മള് റൂം എടുക്കുവാണ്. റൂം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടാ. അപ്പം ഞാൻ ഇവന്മാരുടെ അപ്പോഴേ പറഞ്ഞ്, എടാ ഒരു വീടെടുത്ത് മാറുമ്പോ മറ്റേ കുക്ക് ചെയ്യല്, ഫുഡ് ഉണ്ടാക്കല്, ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ 4-5 പേരില്ലേ ഇവരെ ഇവരെല്ലാരും ഇല്ല അണ്ണാ. എന്നിട്ട് ഇവരൊരു എഗ്രിമെന്റ് ആയിരുന്നു കേട്ടാ. ഇവരൊരു എഗ്രിമെന്റില് മാമൻ, ഇവന്, വസി 4 പേരുള്ള എഗ്രിമെന്റ് ആയിരുന്നു. ഈ റൂം സൈൻ ചെയ്തതിന്റെ അന്ന് മാമൻ തട്ടട ഇടാൻ മാമൻ തട്ടട തുടങ്ങി അറിഞ്ഞില്ല. എവിടെയാണോ അവന്റെ ഫാമിലി അതന്നെ. അത് പറഞ്ഞേ ധനോച്ചപുരത്ത് തട്ടുകടയിട്ട്. അപ്പൊ മാമന്റെ തട്ടുകടയുണ്ട് അവിടെ. അപ്പൊ തട്ടുകടയിലോട്ട് അവൻ തുടങ്ങിയപ്പോ തന്നെ തട്ടുകടയിൽ പോയി. ഇവര് രാത്രിയില് മറ്റേ കപ്പലണ്ടിയും വെള്ളമൊക്കെ കുടിച്ച് പപ്സൊക്കെ തിന്ന്. എടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ, നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഇങ്ങോട്ട് എല്ലാരും എടാ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ. അവിടെ ഇൻഡക്ഷൻ കുക്കറുണ്ട്. അത് 1000 ഇട്ട 5000 പോകും. ഞങ്ങളെ ഒരു ദിവസം ഒരു മീൻ മേടിച്ചേക്കാം. ഞങ്ങളൊരു 1/2 കിലോ മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ പ്ലാനിൽ ഇരുന്നിട്ട് എണ്ണ ചൂടായി മീനെ കൊണ്ട് എടുത്തത് ഫുൾ പൊട്ടിത്തെറി. അവിടെ മൊത്തം കരിഞ്ഞു പോയി. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല.
ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ? ഇല്ല ഗ്യാസ് ഉണ്ടെന്ന് ഞാൻ അവർക്ക് എടാ ഇവൻ എന്തോ പഠിച്ചെന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹോട്ടൽ മാനേജ്മെന്റ്. ഷെഫാണ് അവൻ, ഷെഫ്. എടാ നീ ഇന്ന് വരെ ഒരു നാരങ്ങാവെള്ളം വാഴക്കപ്പോ ഇത്ര നീളുണ്ടായിരുന്നു. എടാ നിനക്ക് മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാനും അല്ലാതെ നിനക്ക് അറിഞ്ഞൂടാ. ചിക്കൻ മീൻ എല്ലാം പുറത്തെ ഡിഷസ് ഇന്ത്യൻ പറ്റില്ല. ആൽഫ്രഡോ പാസ്ത ഇന്ത്യൻ പറ്റില്ല. ഇന്ത്യൻ ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം, താഴെ ഒരു വിശാലമായ കിച്ചൺ ഉണ്ട്, ഒന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ആരെന്താ പറഞ്ഞേ? കുറെ നാളായിട്ട് ബ്രോയുടെ ലൈവ് കൊണ്ടുള്ള ആൾക്കാരെ ജസ്റ്റ് ഫോർ റിലാക്സേഷൻ ആണ്. റാംബോ ബ്രോ എല്ലാം സെറ്റാക്കാം. ഞാൻ ഈ ഗ്യാപ്പ് എടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് തിരിച്ചു വന്നതിന് ശേഷം എവറിത്തിങ് ഗോണ റീസെറ്റ്. എനിക്ക് 1.5 മണിക്കൂറുള്ളതാണ് വീട്ടിലോട്ട്. ദിവസവും ഞാൻ വരും. എനിക്ക് 5 മിനിറ്റ് വരണ്ട. ഇല്ലളിയാ, എനിക്ക് വയ്യടാ, എനിക്ക് സത്യമായിട്ടും വയ്യളിയാ. ഞാൻ മരുന്ന് ഇതായിട്ടിരിക്കുക. ഓക്കെ അല്ലേ? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലടാ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. നിങ്ങളുടെ സൈഡിൽ വണ്ടർലെ പോയിട്ട് നിനക്കൊന്നും പറ്റിയില്ല. എനിക്ക് രാവിലെ ചുമയും ചുടുകട്ട പോലെ ഞാൻ പനിയുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് സീനാണ്. എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി 6.2 ഒക്കെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഭയങ്കര വടിയിൽ അടുത്തോട്ട് ഇങ്ങനെ വരൂല പനിയൊന്നും ചിലതൊന്നും. ഫുൾ ടൈം സ്പിരിറ്റിലല്ലേ, പിന്നെ എങ്ങനെ ബാക്ടീരിയ വരും? എന്നെ ആക്ച്വലി പനിക്ക് പേടിയാന്ന് ആലോചിച്ചു. ബാക്ടീരിയ ചത്തോലെ എടാ എങ്ങനെ സുന്ദരി പണിത് കറുപ്പടിച്ച് ഇപ്പൊ കറുത്ത സുന്ദരൻ അടിപൊളിയായി അണ്ണെന്ന് പറഞ്ഞോണ്ടോ ഇങ്ങനെ. ഇതൊക്കെ ഉണ്ട്, ടെർബോ ഒക്കെ ഉണ്ട്. സുന്ദരി കംബാക്ക്. അപ്പൊ ബോബൊക്കെ എറണാകുളം വിടുവാണ്. റിക്രൂട്ട്മെന്റ് ഹിൻഡായിട്ടൊന്നും ഇല്ലടാ. നമ്മള് അണ്ണനെ വിടുവല്ലേ? ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവും. കുഞ്ഞിതാന്റെ കൂടെ കാണും ഞാൻ. ഈ മാസം വാടക കൊടുക്കാം നീ അങ്ങോട്ട് നിങ്ങളുടെ വീടിന് വാടക കൊടുക്കണോന്ന് അല്ല, അത് കൊടുക്കാം. ബാക്കിത്തെ ലൈറ്റ് കളയുക. ചേച്ചി അണ്ണനോട് ഇന്നൊരു 3 മണിക്കൂർ എടുത്തിട്ടാണ് ഒട്ടിച്ചത്. ഇത്തിരി ടൈം എടുത്ത് നമ്മളത് ഒട്ടിക്കാൻ ഓർമ്മയുണ്ടോ? ഇവനുണ്ടാ കണ്ണാപ്പില്ല. ഞാനും ചേച്ചി ഇവനും അണ്ണനും കൂടി ഇന്നിട്ട് ഗൈസ് ഇവന്മാർ അടിക്കൊന്നുമല്ല. ഇവന്മാര് പോവാ ഗൈസ്. ഇവന്മാര് രാവിലെ വെളുപ്പിന് പോവാ. ഞങ്ങള് പോകുന്ന കാര്യം പറയാൻ വന്ന അണ്ണന്റെ അടുത്ത്. ട്രിവാൻഡ്രത്ത് പോവാ. ഇവർ ഇത്ര നാൾ എവിടെ, അതായത് ടുബോർഗിന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇവര് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? മേളത്തെ നിലയിൽ. അപ്പൊ ഇവര് പോവാ. ഇവര് ഒന്ന് വെക്കേറ്റ് ആയി പോവാ, തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവാ. അപ്പൊ നീയും പോകണം. ഞാൻ തൃപ്പൂണിത്തറ കോഴ്സ് പഠിക്കാനായിട്ട്. അല്ല, നീ ഇപ്പൊ ട്രിവാൻഡ്രം പോകണം. തിരിച്ച് കൊല്ലത്ത് പോയിട്ട് കൊല്ലത്തോട്ട് PC ആയിട്ട് വരും. ലൈവ് ഒക്കെ ആക്റ്റീവ് സ്നൈപ്പ് AFK എന്ന് റിക്രൂട്ട്മെന്റ് ഹിന്റ് എല്ലാം ഞാൻ വരുമ്പോ തരാടാ. എല്ലാരും ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും. അതൊന്നും പറയില്ല ബ്രോ. കൂടി പനി കൊണ്ട് വന്നതല്ല. നീ വിദുരനാഥ് ഇവർക്ക് അറിയത്തില്ലല്ലോ. സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട്. ഇതിനൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ഒരു ലൈവില് അണ്ണന്റെ ലൈവില് ഞാൻ കുക്കിങ് കേട്ടോ. IRL പോലെ എടാ വാശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെ പോയി ARL-ഇടും. ഇപ്പൊ പോയി ചിക്കൻ മേടിച്ചോണ്ട് വന്നു. ചിക്കനൊക്കെ മേടിച്ച് ഇപ്പൊ പോയി മേടിച്ചോണ്ട് വന്ന് ഞാൻ താഴെ ARL-ഇടും. ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചിക്കൻ നിനക്ക് എന്താ ഉണ്ടാക്കും? എയർ ഫ്രൈ. വാവ്, നൈസ് കുക്കിംഗ് ബ്രോ. എയർ ഫ്രൈ
എയർ ഫ്രൈ ആർക്കാണ് അറിയാത്തേ? എടാ നീ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫ് അല്ലേ? മറ്റേ പുള്ളിയെ പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാൽ മാത്രമേ പുള്ളി ഒഴിക്കൂ. ഒന്നാം പാൽ, രണ്ടാം പാൽ, അഞ്ചാം പാൽ ഒഴിക്കും. മാത്രമല്ല ടിവിയിൽ ഒരു ഷെഫും കൂടി ഉണ്ട്, മന്ദാരം. മന്ദാര ഷെഫാ. മന്ദാരം ബാറ് തന്നെയാണ് ബാറില്. ഞാൻ ഇതുപോലെ അല്ല, ഞാൻ ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കും. എന്താടാ ബോബ് നിർവ്വാണം 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 ഉണ്ടാക്കാന്നും പറയല്ലേ നിർവ്വാണമൊന്നും. ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ട്. എടാ എന്നാ നിന്റെ ഗെയിമിംഗ് റൂം ഇനാഗ്രേഷൻ? നമ്മൾ 40 വില തലയൊട്ടിച്ച് വെച്ചിട്ട് റൂമിന്റെ കണ്ണാപ്പിയുടെ റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങ് മാറിയേട്ടാ, റൂമൊക്കെ അങ്ങ് മാറിപ്പോയി. ഫോട്ടോ ഉണ്ട് ഇപ്പൊ തന്നെ റിവീൽ ചെയ്യാല. ഇപ്പൊ തന്നെ അങ്ങ് റിവീൽ ഇവന്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആണ് ലൈവ് ഇട്ട. അത്ര ഗതികേട് എനിക്ക് തോന്നുന്നു. അത് വേണ്ട, അത് വേണ്ട, അതൊരു പ്രൊമോഷൻ. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. സാധനമുണ്ട്, 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 ഇവിടെ കൈ തന്നെ ഉണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. ഞാൻ റിവീൽ ചെയ്യാം കണ്ണാപ്പി, വേറെ ആരല്ല. ഞാൻ റിവീൽ ചെയ്യാം. നാളെ എന്നെ വിളിക്കരുത്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. നോക്ക് എങ്ങനെയുണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. കണ്ണാപ്പി റിവീൽ ചെയ്യണേ. സോറിടാ കണ്ണാപ്പി, സോറി വന്നത് ആക്ച്വലി. സോറി ഇതാണ് കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂം. അതെ കാണിച്ചു റിവീൽ ചെയ്തു. സോറിടാ, സോറി. ഇപ്പൊ എടാ അതിലൊരു ചെറിയ സിമ്പിൾ ഉണ്ടായിരുന്നു, അവര് കണ്ടുപിടിച്ചത്. അത് ഉണ്ട് വേണം കണബി. അല്ലാതെ ഉണ്ടോ എന്റെ ട്രിഗർ ചെയ്ത് കാണിച്ചു വെച്ചു. ഞാൻ ഒറിജിനൽ കാണിക്കാം. എന്തിനാ എന്റെ ചാറ്റ് എന്ത് ഇപ്പൊ വാടയും ഇപ്പൊ എല്ലാത്തിനും വാ അടയും എല്ലാത്തിനും. നിങ്ങളെയൊക്കെ സെറ്റപ്പാണെന്നാണ് വിചാരിച്ചത്. ലോക്കൽ കോടികളുടെ ഇത് കണ്ടെത്തി പൊട്ടു പൈസ പൊട്ടിയത് കണ്ട സാധനം കണ്ട കാണിച്ചു പോടാ. ഇതാണ് കള്ള എടാ ഇത് സത്യമായിട്ട് ഇതാണ് വേണമെങ്കിൽ കണ്ടുപിടി. ഇത് ഇവിടെ തൂങ്ങിട്ട് അവന്റെ വീടിന്റെ ആധാരം പനിയിലാണ് കുടിക്കാനാണ്. തണുപ്പില്ലാത്ത ഒരു ചായ എങ്കിലും ഒരാൾക്കുള്ളതാ. അങ്ങനെയല്ല, എല്ലാവർക്കും ഇടുവാന്നെ എല്ലാവർക്കും ഇടണേ. പറയടാ. കണ്ണാപ്പി നീ കുറ്റസമ്മതം നടത്തിയ കണ്ണാപ്പി, നീയാണ് വാള് വെച്ചത്. എന്റെ അമ്മ സത്യം ഞാൻ വാള് വെച്ചില്ല. ഞാനല്ല ആള് അണ്ണാ, കോച്ചണ്ണ തമിഴ്നാട് സിംഗത്തെ പോലെ നിന്നിട്ട് കോച്ചാള് 24 മണിക്കൂർ അല്ല നമ്മുടെ കൂട്ടത്തിൽ എല്ലാരും രാവിലെ ഒരുമിച്ചാ കിടന്നത്. നീ മാത്രമേ നേരത്തെ തിരിച്ചു വാ.
ശരീരത്തിൽ മദ്യൽക്കത്തോലും ഇല്ല കോച്ചിൽ. എടാ അവള് വിളിച്ചിട്ടേ അവള് വിളിച്ചിട്ട് കിച്ചണിൽ കയറിയാ മുട്ടുകാല വലിയ പിടിക്കുമെന്ന് പറഞ്ഞു. ലൈവായിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് വോയിസ് ഇല്ല, സത്യമായിട്ട് എനിക്ക് വോയിസ് ഇല്ല. കാരണം ഞാൻ 2 വട്ടം ഇവർക്ക് വേണ്ടി സംസാരിച്ചാണ്. ഞാൻ 2 വട്ടം ഇവർക്ക് വേണ്ടി സംസാരിച്ച് കിച്ചണിൽ കയറി. സത്യം പറയട്ടെ ഇങ്ങളെ, അത് നീയല്ലടാ, നിന്റെ അച്ഛനാ. ഞാൻ ബോയുടെ ചായക്ക് എപ്പോ റെഡിയാകും ഹെൽത്ത്, ബോയുടെ ചായ കുടിച്ച് ഇപ്പൊ റെഡിയാകുന്ന ഹെൽത്ത് കളയണമെന്ന്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് 1000 പോയിന്റ്സ്. എടാ ഞാനും രായനും കെട്ടിപ്പിടിച്ചതാ നേരെ ഈ പാവയെ ഞാനും രായനോടായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയത്. അത് ഇന്നും നിഗൂഢമായ ഒരു കേസായിട്ട് കിടക്കുക ഇപ്പോഴും അത്. കാരണം എനിക്ക് ഇനി ഇവർക്ക് വേണ്ടി എന്റെ പറ്റത്തില്ല കൈസ്. അടി മനുഷ്യ പായ കെട്ടിപ്പിടിച്ച് താഴെ കിടക്കുന്നത് ഒരിക്കലും എനിക്ക് താഴെ ഇറങ്ങാനുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ ചേർത്തട്ടാ അവിടെ പോയി വെക്കും. ശരത്തേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ഇവന്മാർക്ക് വേണ്ടി അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പറ്റൂല. ഇനി അവള് പറയുന്ന കേക്കുക, ചായ ഇടാതിരിക്കുക, കിച്ചണിൽ കയറാതിരിക്കുക. ഇല്ല എടാ അവൻ ചായ ഇടുവാണോ? അങ്ങനെയാണെങ്കിൽ ചായ കുടിച്ചിട്ട് ലൈവ് നിർത്താട്ടോ. ചായ കുടിക്കാനത് അവന്റെ ചായ വരട്ടെ. ചായ അതോടെ തീരും. ചേച്ചി പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അതാ ഒരു ഇച്ചിരി പോകുന്ന ചെറുക്കന് ഗിഫ്റ്റ് കൊടുത്ത നിന്റെ അത്രയോ നിന്നേക്കാളും വലുതായത്. ഇത് കണ്ടാ ലൈവ് പോയി. ലൈവ് പോയാ? ഇല്ല അത് കുറച്ചുകൂടെ അടുത്ത് തന്നെ കേട്ടാ. 2 സ്നൈപ്പാണ് പാവട്ടെ. 2 സ്നൈപ്പ്. ഇത്രയും പെട്ടെന്ന് ചായ ഉണ്ടാ? ചായ ചായ പച്ചവെള്ളം ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണ്ട. എങ്ങനെയുണ്ടെന്ന് പറ. കട്ടനാ ചൂട് കൊള്ളാം. നല്ല അടാ 4 വർഷം പഠിച്ചതേ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനല്ല. അച്ഛൻ എന്റെ ലോണത്താളാ പഠിപ്പിച്ചത്. അങ്ങനെ വേണ്ടി ചായ ആശിന്റെ എക്സ്പ്രഷൻ കണ്ട. ആശി ഇഷ്ടപ്പെട്ടു സാധനം. ഗിഫ്റ്റ്. എനിക്ക് വേണ്ട. എനിക്ക് ചായ വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് ചായ വേണ്ട. പവർ മെഡിസിൻ കഴിച്ചോണ്ട് ചായ കുടിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ. 2 മിനിറ്റിൽ എങ്ങനെ ചായ ഇട്ടത്? അതാ എന്റെ ചോദ്യം. എങ്ങനെ ചായ ഇട്ട്? മനസ്സിലാക്കിയോ? ഓക്കെ നിങ്ങൾക്ക് നഷ്ടം. ഇല്ല എനിക്ക് വേണ്ട എന്തായാലും ചായ. അണ്ണം കുടിക്കണ്ട. പനിയല്ലേ ആശ കുടിക്കട്ടെ. ഈ ചായയിലും കോൺഫിഡന്റ് ആണാ. ഇനി എപ്പോ പോർച്ചുഗല് കളി ഇനി ഉണ്ടാവോ? അവര് ഇതായിട്ട് ഇതാവോ? എന്താ ഡോൾബി അറ്റ്മോസ് ചുമയൊക്കെ വീട് വാർത്ത എന്താടാ എന്താ പറഞ്ഞ പോർച്ചുഗലിന്റെ കളി ഇനി ഇല്ലേ? ഇനി എന്തെങ്കിലും ഇന്നലെ കളി കണ്ട് ഉറക്കവും ഇതാക്കി വെറുത്തു പോയി. ഇന്നലെ രാത്രി ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന കണ്ട കളി കണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു? കളിക്കാൻ റൊണാൾഡോ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. കളി കാണാൻ ഞങ്ങൾ കുറച്ച് പേരും. എന്താ ചോക്കി? നല്ല കളിയായിരുന്നു ചോക്കി. പക്ഷെ നന്നായിട്ട് കളിച്ചത് അവരല്ലേ. അവര് നന്നായിട്ട് കളിച്ചു. അതാണ് പ്രശ്നം പറ്റിയത്. അവര് നന്നായിട്ട് ഇവരെ കളിച്ചു.
എന്താ വീഡിയോ റിയാക്ട് എന്താ പറയണേ? എന്ത് വീഡിയോ? ഏത് വീഡിയോ? അണ്ണാ അല്ലല്ലേ മോന്റെ വീഡിയോ എനിക്ക് ലിങ്ക് അയച്ചു തരുവാടാ ഒന്ന്. ഉമ്മാർ അയക്കുന്ന ലിങ്കിൽ ഒന്നും കേറല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ലിങ്കിൽ കയറിയത്. എന്താടാ? ചായ ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ചായയെ വേണ്ട. ഡ്യൂറേഷൻ ഉള്ള ഒരു RP നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു TV-ക്ക് ഞാൻ പറയപ്പോ, ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ബായിട്ട് അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഈ പറയണത് പോലെ നമ്മൾ വന്ന് ഫ്രണ്ട്ഷിപ്പ് ആയ ഒരു അങ്ങനത്തെ രീതിയിലായിരുന്നു. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് TV അല്ലാതെ ഞാനൊരു സബ് ഗ്യാങ് ബിൽഡ് ചെയ്യാൻ പോവാണ് ഇൻസൈഡ് ദ സിറ്റിയിൽ. അത് സബ് ഗ്യാങ് എന്നല്ല ഞാൻ പറയണത്, ഒരു കമ്മ്യൂണിറ്റി. അത് വൺസ് ഒരു ടൈം ആവുന്ന സമയത്ത് എനിക്ക് ഗ്യാങ് ആക്കാൻ പറ്റുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കിന് ഞാൻ അത് അവരിൽ ആരെങ്കിലും വെച്ചത് തന്നെ അവരെ തന്നെ ഇതാക്കും. പക്ഷേ എനിക്കത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ TV-ക്ക് നാളെ ഒരു പ്ലെയറിനെ വേണമെങ്കിൽ എനിക്കിനി പുറത്തുനിന്ന് എടുക്കാൻ ഒരു വിശ്വാസമില്ല. സത്യമായിട്ട് ഞാൻ പറയുവാണ്. അങ്ങനെയായി നമ്മുടെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അങ്ങനെയായി. ബ്ലാക്ക് മാഫിയൊക്കെയുടെ ചന്ദ്രൻ അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യമല്ലേടാ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാനൊരു അണ്ടറിൽ അതിനകത്ത് ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ പറയാം, RP ചെയ്യാനും PvP ചെയ്യാനും താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഗ്യാങ് സെറ്റപ്പ് അല്ല കേസ്. ഇതൊരു ഗ്യാങ് സെറ്റപ്പ് അല്ല. നിങ്ങൾ ഗ്യാങ് ആക്കാനും മറ്റേ ഇതാക്കാനൊന്നും അല്ല. RP ചെയ്യാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി PvP നോക്കുന്ന ആൾക്കാർക്കും എല്ലാം എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ അത് വെച്ചിട്ട് ഞാനത് പിന്നീട് പറയാം. അതിൽ ഗ്യാങ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന പറയുന്ന സാധനം ഞാൻ പറയുന്ന സബ് ഗ്യാങ് അല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാനത് അടുത്ത എൻ്റെ ലൈവിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ട് പറയാതെ എന്താ കാര്യമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് ബെല്ലാരി പോലെ ബെല്ലാരി ആക്കാൻ ബെല്ലാരി ഞാൻ അല്ലല്ലോ ഫോം ചെയ്തേ. ബെല്ലാരി ഞാനല്ല ഫോം ചെയ്തേ. അതുകൊണ്ട് ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന സെറ്റപ്പേ വേറെയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് RP കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അസൻഷ്യൽ സ്ലോട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. അടുത്ത റിക്രൂട്ട്മെൻറ്റിൽ TV-യിൽ 3 പുതിയ ആൾക്കാരുണ്ടാവും. 3 പേരായിരിക്കും TV-യിൽ പുതുതായിട്ട് വരുന്നത്. സോ ഈ 3 പേരെയും അടുത്ത എൻ്റെ ലൈവിലായിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കൊരു 2-3 ദിവസം സമയം വേണം ഗൈസ്. എനിക്ക് ഹെൽത്ത് റിട്ടേൺ ചെയ്യാനും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് എൻ്റെ അടുത്ത ലൈവിലായിരിക്കും ഞാൻ അത് അനൗൺസ് ചെയ്യുന്നത്. 3 പേരെയും ഞാൻ അടുത്ത ലൈവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഞാൻ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞാൻ അടുത്ത് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത കാര്യത്തിൽ എനിക്ക് TV-യിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്നതിലൊരു വലിയ ലിമിറ്റേഷൻ ഉണ്ട്. എടാ അത് തട്ടിയിട്ടാ നിന്നെയൊക്കെ ഈ റൂമിൽ കയറ്റിയ നാശമാ. അപ്പൊ അടുത്ത ലൈവ് ഡോണ്ട് മിസ് ദാറ്റ്. ഞാനത് അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ പറയല്ല, ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനി തിരിച്ച് കൺവേർട്ട് ചെയ്ത് തിരിച്ച് മടക്കി ഓടിച്ച് പുതിയ പോക്കൃത്തരമായിട്ട് എന്തായാലും വരും ആൾക്കാർ. മനസ്സിലായോ? ഉറപ്പായിട്ടും അത് വരും. അപ്പോൾ ഇതിന് ഞാൻ അടുത്ത ദിവസം വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതിൻ്റെ റിപ്ലൈ ഇത് തന്നെ ലൂപ്പാവും. ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എങ്ങനെയും നോക്കുമ്പോൾ വീണ്ടും ഞാൻ ഇതിനകത്ത് ഞാൻ വരൂലായിരുന്നു. ഈ അസൻഷ്യയുടെ റോൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇതിലേക്ക് തന്നെ ഞാൻ എത്തിയത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ പോയേനെ. അപ്പം അങ്ങനെ ഇതായി പോയതാ. അതുകൊണ്ട് ഇവന്മാർക്ക് പറയാനുള്ളതും കുറയ്ക്കാനുള്ളതും ഒക്കെ ഇരുന്ന് കുറച്ചോട്ടെ. ഞാൻ മൈൻഡ് പോലും ചെയ്യാൻ പോകത്തില്ല ഇനി ഈ കാര്യത്തിൽ. ഞാൻ നിർത്തി. ഞാൻ നിങ്ങളുടെ അടുത്ത് അവസാനമായിട്ട് ഉറപ്പ് പറയുക, ഞാൻ ഇനി ഫോൺ വിളിച്ച് എന്നെ കൺവിൻസ് ചെയ്താൽ ഞാൻ കൺവിൻസ്ഡ് ആവത്തില്ല. ഞാൻ അതിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി സംസാരിക്കാൻ പോകത്തില്ല. ഇവന്മാർക്ക് പറയാനുള്ളതൊക്കെ ഇവിടെ നിന്ന് പറയാം. തിരിച്ചു വരുന്നതിൻ്റെ അന്ന് ഞാൻ ഈ പറയണത് പോലെ നമ്മുടെ ഒരു പുതിയ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പുതിയ ആൾക്കാരെയും പുതിയ ഇതും വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളാക്കി മുന്നോട്ട് പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഞാൻ ലൈവ് നിർത്തുക. ഞാൻ നാളെ അല്ല, ഒരു 3 ദിവസം എനിക്ക് സമയം വേണം ഗൈസ്. ഞാൻ 3 ദിവസം ചിലപ്പോൾ ഞാൻ നാളെ വരാം. അല്ലെങ്കിൽ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ഒരു 3 ദിവസത്തും കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഞാൻ നാളെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നാളെ ഞാൻ ലൈവ് വരും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ, ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. സീ യു ടുമോറോ. ബൈ, ടാറ്റ.